പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിടയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ആ വിഷയം പഠിക്കുകയും അതിന് എടുക്കപ്പെടേണ്ട വിശ്വാസിയുടെ യോഗ്യതയും കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസവും നമ്മൾ 4 യോഗ്യത ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി വരുന്ന കർത്താവിനെ കുറിച്ചാണ്. അപ്പൊ കാത്തു നിൽക്കണം. കാത്തു നിൽക്കുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ വരവിൽ പോകുവാൻ കഴിയത്തുള്ളൂ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതായുവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. Eagerly wait for a savior. എല്ലാ ദൈവജനവും വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷിതാവായി മടങ്ങി വരാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ആകുന്നു. അബ്രഹാമിന്റെ ഭാഷയിൽ എബ്രായ ലേഖനകാരൻ പറയുന്നു, താൻ പരദേശിയായി പാർത്ത് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പരദേശിയായി പാർത്ത് കൂടാരങ്ങളിൽ വസിച്ച് ദൈവം ശില്പിയായി ദൈവത്താൽ അടിസ്ഥാനമിട്ടതുമായ ദൈവിക നഗരത്തിനായി കാത്തും കൊണ്ട് വളരെ പ്രത്യാശയോടെ കൂടാരങ്ങളിൽ പാർത്തു പോന്നു. അതാണ് വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ പരദേശികൾ ആകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം. നാം താൽക്കാലികമായി ഷെട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള പ്രത്യാശയോടെ കാത്തും കൊണ്ട് ഈ ഭൂമിയിൽ ഞരങ്ങി പാർത്തുകൊണ്ടിരിക്കുക. താൽക്കാലികമായ ഷെട്ടിൽ വളരെ പ്രത്യാശയോടെ ഈ ടെന്റിൽ പാർത്തുകൊണ്ടിരിക്കുക. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ സ്വർഗത്തിൽ നമുക്കൊരു ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഭൗമ്യമായി നമ്മുടെ ടെന്റ് അഴിഞ്ഞു പോകാൻ സമയമായി. അപ്പൊ ഇന്ന് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നവർ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ, വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാനാണ് യേശു മടങ്ങി വരാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കുക എന്നാണ് യോഗ്യത. കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ അവർ 2 കാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനത്തിൽ ഈ വാക്യത്തോട് ബന്ധപ്പെട്ട ഒരു വചനമുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇവിടെ വായിക്കുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അപ്പൊ കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി, കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാനായി മടങ്ങി വരുന്ന യേശു കർത്താവിനെയാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ, ഈ ഭൂമിയിൽ പരദേശികളായി പാർക്കുന്നവർ
സ്വദേശമായി സ്വർഗത്തിൽ സ്വദേശത്തെ കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. എബ്രായലേഖനകാരൻ പറയുന്നു, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു മടങ്ങി വരും. 1 കൊരിന്ത്യർ 1-ാം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ വിളിച്ച് കൊരിന്തിയ സഭയെ പഠിപ്പിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്: ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ കൃപാവരങ്ങൾ പ്രാപിച്ച് ഈ ഷോർട്ട് പീരീഡിൽ, ഈ കാത്തിരിക്കുന്ന ഷോർട്ട് പീരീഡിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ വിശ്വാസികളെ ഓർപ്പിക്കുന്നു. ഇന്ന് പകലിൽ ദൈവാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, നമുക്കൊരു ചെറിയ ആയുസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ആയുസിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആയുസ് ഇന്ന് തീർന്നു പോയാൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മരിച്ചവരും മൗനരാരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മരണശേഷം നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നാം ഇന്ന് ജീവനോടെ ശേഷിക്കുന്നത് കൊണ്ട്, ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് തന്നത് കൊണ്ട് കർത്താവിന്റെ കൃപ പ്രാപിച്ച് അവന്റെ വരവിനായി കാത്തിരിക്കുകയും അപ്പോൾ തന്നെ കൃപാവരങ്ങൾ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുകയും ചെയ്യണമെന്ന് തിരുവചനത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ നിങ്ങൾ ഒന്നിനും കുറവുള്ളവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തിരുവചനം പറയുന്നു, സകല കൃപാവരങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആ കൃപ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ശക്തിയോടെ ഈ തലമുറയിൽ പ്രയോജനപ്പെടാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. അപ്പോൾ നമ്മുടെ 5-ാമത്തെ യോഗ്യത എന്താണ്? വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുക. ഒരുവൻ പോയിട്ടുണ്ട്, അവൻ മടങ്ങി വരും. അപ്പോസ്തലപ്രവൃത്തി 1-ാം 11-ാമത്തെ വാക്യത്തിൽ നമ്മുടെ അരുമനാഥനായ കർത്താവ് സ്ലീഹന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ വന്നു. അവർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടുപോയ ഈ യേശു, വേറൊരു യേശു അല്ല, ഈ യേശു സ്വർഗത്തേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്താണ്? യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി അവൻ മടങ്ങി വരും. എത്ര ദൈവജനത്തിന് ഇന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയും, ആമീൻ കർത്താവായ യേശുവേ, വേഗം വരണമേ, ഐ ആം റെഡി. എനിക്ക് അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം അങ്ങയുടെ രാജ്യത്തിൽ എത്തിച്ചേരണം. താങ്ക് യു. ഞാൻ റെഡി എന്ന് പറയുവാൻ തന്റെ ഇടമുണ്ടോ? കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരുന്ന യേശു കാത്തിരിക്കുന്നവർക്ക് 2 യോഗ്യത കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിന്താവിഷയം മറന്നു പോകരുത്. മധ്യാകാശത്തിൽ യേശു മടങ്ങി വരുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ 10 ക്വാളിറ്റിയാണ് പഠിക്കുന്നത്. ആ 10 ക്വാളിറ്റിയിൽ 5-ാമത്തെ ക്വാളിറ്റിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അത് കാത്തിരിക്കുക. കാത്തിരിക്കുക.
ഈഗലി വെയിറ്റ് ചെയ്യുക. കാത്തിരുന്ന് മുഷിഞ്ഞ് ക്ഷീണിച്ച് ആമേൻ നിരാശപ്പെട്ടു പോകാനല്ല, കാത്തിരിക്കാൻ പറഞ്ഞവൻ അവൻ പോയതുപോലെ മടങ്ങി വരും. യേശു കർത്താവിന്റെ മടങ്ങി വരവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് പറഞ്ഞ് അന്ത്യകാലത്ത് പരിഹാസികൾ തങ്ങളുടെ പരിഹാസത്തോടെ വരുമെന്ന് 2 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ആ ചോദ്യങ്ങളുടെയൊക്കെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഭക്തൻ ഒരു കാര്യം പറയാനുണ്ട്. എന്റെ കർത്താവ് പറഞ്ഞത് ഇന്ന് വരെ നിവർത്തിച്ചെങ്കിൽ ഇനിയും അവനത് നിവർത്തിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് ഈ വിഷയത്തെ കുറിച്ച് വളരെ സ്പഷ്ടമായി പഠിപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം. 12-ാം അധ്യായത്തിൽ 3-4 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം ഈ ഭൂമിയിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നാണ്. ഈ ഭൂമിയിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം? നിങ്ങൾ അന്യജാതിക്കാരെ പോലെ തുല്യരാകരുത്. നിങ്ങൾക്കൊരു പിതാവ് ഉയരത്തിലുണ്ട്. നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരപ്പൻ ഉയരത്തിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മക്കളായതുകൊണ്ട് അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അത് പിന്തുടരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും നിന്റെ പിതാവ് ഉയരത്തിൽ നിനക്ക് തരും. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ആകണം? നമ്മുടെ കർത്താവിന് മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ എങ്ങനെ ആയിരിക്കണം? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം ഇങ്ങനെയാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. യേശു മടങ്ങി വരുമെന്നുള്ള, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ ചേർക്കുമെന്നുള്ള ദൈവവചനത്തിന്റെ സ്പഷ്ടമായ വാഗ്ദത്തത്തിൽ അടിയുറച്ചുകൊണ്ട് ഇന്ന് പകലിലും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഈ വാക്ക് ശ്രദ്ധിച്ചാലും. 35-ാമത്തെ വാക്യം, നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? 36, നിങ്ങൾ എങ്ങനെ ആരോട് തുല്യരായിരിക്കണം? നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. ഇവിടെ യേശു ഒരു മനുഷ്യൻ, ഒരു യജമാനൻ, സ്വാമി തന്റെ വീട്ടില് ജോലിക്കാരെയും ചില ആളുകളെ ഒക്കെ നിർത്തിയിട്ട് കല്യാണത്തിന് വേണ്ടി കുറച്ച് ദിവസത്തേക്ക് പോയ ഉദാഹരണമായി യേശു പറഞ്ഞത്. ആ പോയ യജമാനൻ മടങ്ങി വരും. ആ പോയവൻ മടങ്ങി വരും. ആ മടങ്ങി വരവും കാത്തു നിൽക്കുന്ന ആ വീട്ടിലുള്ള ആളുകൾ അവരുടെ ഉറക്കത്തിലും ഊണിലും ജോലിയിലും എല്ലാ പ്രവൃത്തിയിലും ഒറ്റ ഒരു കാര്യമാണ് അവർക്കുള്ളത്. അവരെ വിട്ട് പോയ യജമാനൻ മടങ്ങി വരും. അവരെപ്പോഴും ആകാംക്ഷയോടെ തങ്ങളുടെ യജമാനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത് ഏത് സമയത്ത് വന്നാലും കതക് തുറന്നു കൊടുക്കാൻ വളരെ തയ്യാറായിരിക്കുന്ന ആ യജമാനന്റെ കാലിന്റെ ഒച്ച കേൾക്കാൻ തയ്യാറായിരിക്കുന്ന, കാത് കൂർപ്പിച്ചിരിക്കുന്ന മനുഷ്യരാണ്. ഇന്ന്
ഈ മെസ്സേജ് പറയുമ്പോൾ ഈ ഭൂമിയിൽ ശബ്ദകോലാലങ്ങളെ കൊണ്ടും പിശാച് മനുഷ്യവർഗത്തെ കെട്ടി ഭൗമിക നന്മയിൽ ബന്ധിച്ച് വിശുദ്ധന്മാരെന്ന് പറയുന്ന ദൈവമക്കളെ ഭൂമിയുടെ നന്മയിലേക്ക് ബന്ധിച്ച് അവരെ ഭൂമിയുള്ളത് ചിന്തിച്ച് സ്വർഗത്തിലേക്കുള്ള ചിന്തകൾ മാറ്റിയിട്ട് ഇതെല്ലാം വെട്ടിപ്പിടിച്ച് ഇതെല്ലാം തട്ടിക്കൂട്ടി എങ്ങനെങ്കിലും ഒരു ചുമ്മാതൊരു ക്രിസ്തീയതം ചെയ്തെടുത്ത് പോകാൻ മനുഷ്യവർഗത്തെ അല്ലെങ്കിൽ ദൈവമക്കളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായത്. ദൈവമക്കൾ എന്ന് പറയുന്നവര് പോലും യേശു മടങ്ങി വരുമെന്നുള്ള പ്രത്യാശയുടെ ദൂത് കേൾക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ചിന്ത ഇവിടെ എങ്ങനെങ്കിലും എന്തെങ്കിലും ഒന്നായിത്തീരണമെന്ന്. യേശു മടങ്ങി വരുമെന്ന ചിന്ത പ്രത്യാശയുടെ ദൂത് കേൾക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ മക്കൾ എഞ്ചിനീയർ ആകണം, കുഞ്ഞുങ്ങൾ ഡോക്ടർ ആകണം, അവിടെ വിവാഹം നടക്കണം, ബിൽഡിംഗ് വെക്കണം, സ്ഥലം വാങ്ങിക്കൂട്ടണം, ഇവിടെ പേരുണ്ടാകണം, ഇവിടെ ധനം സമ്പാദിക്കണമെന്നാണ് ഉള്ളിന്റെ ഉള്ളിലെ ചിന്ത. ഇന്ന് പകലിൽ അത് പൈശാചികമായ ഒരു ചിന്തയാ. ലോകത്തിന്റെ മോഹം കൊണ്ടിട്ട് പിശാച് ദൈവമക്കളെ നിത്യതയുടെ ശുഭ തുറമുഖത്തെ ആ കാഴ്ചപ്പാടിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ട് ഈ ഭൂമിയുടെ അനുഗ്രഹത്തിലേക്ക് മനുഷ്യരെ വലിച്ചിഴയ്ക്കുന്ന ഒരു സമയമാണ്. വളരെ ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടം കൈവിടപ്പെട്ടു പോകുമെന്ന് യേശുക്രിസ്തു തന്റെ ആത്മമണ്ഡലത്തിൽ മുൻ പരിജ്ഞാനത്തിൽ അല്ലെങ്കിൽ ആത്മനിയോഗത്തിൽ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമേ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന പ്രത്യാശയുള്ള വിശുദ്ധന്മാർക്ക് മാത്രമേ അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ആ 10 പേരിൽ 5 പേര് മാത്രമേ അകത്ത് കടന്നുള്ളൂ. ആ 2 പേരിൽ ഒരാള് മാത്രമേ പോയുള്ളൂ. ആ ഭാഗമല്ല ഇവിടുത്തെ വിഷയം. ഈ കാത്തിരിക്കുന്നവർക്ക് 2 യോഗ്യതയുണ്ടെന്നാണ് യേശു പഠിപ്പിച്ചത്. എന്താണ് ഇവിടുത്തെ യോഗ്യത? 35-ാമത്തെ വാക്യത്തിൽ യേശു 2 യോഗ്യത കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പറയുന്നുണ്ട്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. പ്രൈസ് ദ നെയിം ഓഫ് ജീസസ്. നമ്മുടെ ഈ 5-ാമത്തെ വിഷയം മറന്നു പോകരുത്. കാത്തിരിക്കുന്നവർക്ക് മാത്രമേ യജമാനൻ ഏത് സമയത്ത് വന്നാലും പോകാൻ കഴിയത്തുള്ളൂ. കാത്തിരിക്കുന്നവർക്ക് വേറൊരു ബിസിനസ്സിൽ ഇടപെടാൻ പറ്റത്തില്ല. അവർക്ക് ലോകത്തിൽ എന്ത് സംഭവിക്കുന്നുള്ള അവരുടെ വിഷയമല്ല. അവർക്ക് ഒറ്റ വിഷയമേ ഉള്ളൂ. പോയവൻ മടങ്ങി വരാൻ പറഞ്ഞ ആ പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നു. എനിക്ക് എങ്ങനെങ്കിലും ആ പോയവൻ മടങ്ങി വരും. ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കിവിടുന്ന് പോകണം. ഞാൻ ഇവിടെ പരദേശിയ. അതിന് 2 കാര്യം യേശു പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. 2 കാര്യം യേശു ക്രിസ്തു കാത്തിരിക്കുന്നവരുടെ യോഗ്യതയിൽ പറഞ്ഞു. അര കെട്ടുക. ഇതെന്താണ്? പുറപ്പാട് പുസ്തകത്തിൽ മോശ ഇസ്രായേൽ ജനത്തോട് യഹോവയാകുന്ന ദൈവത്തിൽ നിന്ന് സന്ദേശം പ്രാപിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മിസ്രയീം വിടാൻ സമയമായി. നിങ്ങൾ മിസ്രയീം വിടുവാൻ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാൻ സമയമായി. അതുകൊണ്ട് ഇന്ന് പെസഹ ആചരിക്കുന്ന നിങ്ങൾ വളരെ തിടുക്കത്തോടെ അരക്കെട്ടിയും ചെരിപ്പിട്ടും വടി പിടിച്ചും മിസ്രയീം വിടാൻ തയ്യാറായിക്കോണം. ഇതൊരു വലിയ ഡീപ്പ് വിഷയമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. എന്നാൽ എഫെസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ സർവായുധങ്ങളെ കുറിച്ച് പറയുമ്പോൾ
അരയ്ക്ക് സത്യമെന്ന ബെൽറ്റ് കെട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? നിങ്ങളുടെ അര കെട്ടിയും. നമ്മുടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊവെന്ന് മാത്രമാ. പ്രിയരേ, നമ്മുടെയും സ്വഭാവവും നമ്മുടെയും വാക്കുകളും അങ്ങനെ തന്നെ ആകണമെന്ന് നമ്മുടെ യജമാനൻ ആഗ്രഹിക്കുന്നു. ഊവെന്നല്ലാതെ വേറൊരു വാക്ക്, വേറൊരു ദുരുദ്ദേശമായ വാക്ക് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. സത്യം, അവൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്ന ദൈവപുത്രൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോ, സത്യത്തിന് സാക്ഷ്യം വഹിച്ച ദൈവപുത്രൻ, വഴിയും സത്യവും ജീവനുമാണെന്ന് പ്രഖ്യാപിച്ച ദൈവപുത്രൻ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് വരുന്നത്. 2, സത്യമുള്ള ദൈവമക്കൾ, നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഈ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിളക്ക് പാത്രത്തിന്റെ കീഴിൽ വെക്കരുത്, അതേ കട്ടിലിന്റെ അടിയിൽ വെക്കരുത്. നിങ്ങളുടെ വിളക്ക് തണ്ടിൽ അത്രേ വെക്കേണ്ടത്. അത് എല്ലാവർക്കും പ്രകാശമായി തീരും. യേശു ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നത് പോലെ നമ്മെയും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വെളിച്ചത്തിന്റെ മക്കളായി നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇരുളിന്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിൽ പ്രത്യാശയുള്ളവരും വെളിച്ചമുള്ളവരുമായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ സമയം തീർന്നല്ലോ. നമുക്ക് വേഗത്തിൽ ഈ ഭാഗത്തേക്ക് ഒന്നും ഓടി മടങ്ങി വരാം. കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. കാത്തിരിക്കുന്നവർക്ക് 2 യോഗ്യത. അവരെപ്പോഴും അര കെട്ടിയിരിക്കണം. അവരുടെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അവൻ കരിന്തിരി കത്തി പുകയിടുവാനല്ല, പുകഞ്ഞു ജീവിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ നിന്റെ വിളക്കിനെ കത്തിച്ച് തണ്ടിന്മേൽ വെച്ച് മറ്റുള്ളവരോട് ധൈര്യമായിട്ട് പറയണം, ഞാൻ ദൈവത്തിന്റെ പൈതലാ. നിന്റെ വിളക്കിന്റെ പ്രകാശം കണ്ട് അന്ധകാരത്തിൽ ഇരിക്കുന്ന ജനം അത്ഭുത പ്രകാശത്തിലേക്ക് വരട്ടെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.